ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ അതൊന്നും മുതലെടുക്കാൻ സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര താരങ്ങൾ പല അവസരങ്ങളും തുലച്ച് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയത് സമനിലയെങ്കിലും നേടാൻ സാധിക്കുമായിരുന്നു. അത്രയധികം അവസരങ്ങളാണ് രണ്ടാം പകുതിയിൽ ലഭിച്ചത് എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾക്ക് സമനിലയെങ്കിലും നേടാമായിരുന്നു. രണ്ടാം പകുതിയിൽ അത്രയധികം അവസരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ റിയാലിറ്റി എന്തെന്നാൽ ഈ സീസണിൽ ടീമിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണുകളെ പോലെയല്ല ഇത്. ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. കുറച്ചെങ്കിലും പോയിന്റുകൾ ലഭിക്കേണ്ട ടീം ഞങ്ങൾക്കുണ്ട്. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തുകൊണ്ട് കുറച്ച് പോയിന്റുകൾ നേടുക, അതാണ് ഈ സീസണിലെ ലക്ഷ്യം. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കുറച്ചൊക്കെ പോയിന്റുകൾ തങ്ങൾ അർഹിക്കുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരു ടീം തങ്ങൾക്കുണ്ട് എന്നൊക്കെയാണ് ഡേവിഡ് കാറ്റ്ല ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും എൻ്റെ കൈകളിൽ അല്ല, എല്ലാ മത്സരങ്ങളും ഞങ്ങൾക്കെതിരായി മാറുന്നു എന്നൊക്കെയാണ്. അദ്ദേഹം തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഏതായാലും അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. അത് മാർച്ച് 14 നടക്കുക. മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ. ആ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് തോൽവി അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.